Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Hamdan kaseeran tayyiban mubarakan fi. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ പതിപ്പുകളായി ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചക സുന്നത്തുകൾ ജീവിതത്തിൽ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മളുടെ മക്കൾ. പൊതുവിൽ മുസ്ലിം ഉമ്മത്തിലെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു ചിന്തിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുകളും അതിനെക്കുറിച്ച് ചിന്തയും അതുപോലെ തന്നെ അതിന്റെ വഴികളെ കുറിച്ചുമൊക്കെ വ്യക്തമായി അറിയുന്ന ആളുകളാണ് ഭൂരിപക്ഷവുമെന്ന് നമുക്കറിയാം. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഭൗതിക തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയേണ്ടതില്ലാത്ത വിധം
മുസ്ലിം മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ഉത്ഭുതരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ, ഇത്തരമൊരു സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ കൂടിയാലോചന നടത്തി അതിനെക്കുറിച്ച് കാര്യഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്ന് പൊതുവിൽ നമുക്ക് പലപ്പോഴായി തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, ചില രക്ഷകർത്താക്കളുടെ വിദ്യാഭ്യാസത്തിലെ നിലപാടുകൾ കാണുമ്പോൾ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണം എന്നാണ് എല്ലാവരും, എല്ലാ രക്ഷകർത്താക്കളും, എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കാറുള്ളത്. അങ്ങനെ ഈ ലോകത്ത് നല്ല വിദ്യാഭ്യാസം നേടുക, അതിനനുസരിച്ച് പഠിച്ച് ഉന്നതമായ തലങ്ങളിലേക്ക് മക്കൾ എത്തിപ്പെടുക എന്ന് ആഗ്രഹിക്കുന്നത് മതപരമായി ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം കൂടിയാണ് വിദ്യാഭ്യാസം നേടുക, വിദ്യകൾ അഭ്യസിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ദുനിയാവ് നല്ലതായിരിക്കുകയും ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമായി ഈ ലോകത്ത് നല്ലതുപോലെ ജീവിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ നിലക്ക് ദുനിയാവിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരിക്കലും മതത്തിനെതിരായ കാര്യവുമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ നിലപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസി ദുനിയാവും ആഖിറവും ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ചില ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, മിനന്നാസി മയ്യഖൂലു, ചില ആളുകൾ പറയാറുണ്ട്, അവർ പ്രാർത്ഥിക്കാറുണ്ട്, മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അല്ലാഹുവേ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ചെയ്യണേ. ദുനിയാവിന്റെ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും ദുനിയാവിന്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദുനിയാവിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. വമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, അവരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിന്റെ ഒരു ഓഹരിയും അവർക്കുണ്ടായിരിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ, ദുനിയാവാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്, ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവർ അധ്വാനിക്കുന്നത്, ദുനിയാവിന് വേണ്ടിയാണ് അവർ ഓടി നടന്ന് കഷ്ടപ്പെടുന്നത്. അത്തരം ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം വമാലഹു മിനൽ ആഖിറ, പരലോകത്തുനിന്ന് ഒരു ഓഹരിയും അവർക്ക് കിട്ടുകയില്ല. അത് ചില ആളുകളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ സൂറത്തുൽ ബഖറയുടെ 200-ാമത്തെ വചനം, 201-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻഹും മയ്യഖൂലു, എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, അവരുടെ പ്രാർത്ഥന എന്താണ്, അവരുടെ നിലപാട് എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അല്ലാഹുവേ ദുനിയാവിൽ എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് നൽകണം, എല്ലാ ഹസനത്തുകളും നൽകണം. വഫിൽ ആഖിറതി ഹസനതൻ, അതുപോലെ ആഖിറത്തിന്റെ ഹസനത്തും നീ ഞങ്ങൾക്ക് നൽകണം. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ദുനിയാവില് നല്ലത് തരണേ എന്ന് പ്രാർത്ഥിക്കും, അതോടൊപ്പം പരലോകത്തും നല്ലത് തരണേ എന്നും നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അതിന്റെ വലിയ വിഹിതം അള്ളാഹു പരലോകത്ത് അവർക്ക് നൽകുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ തൊട്ടടുത്ത വചനത്തിൽ 202-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ദുനിയാവില് നല്ലത് വേണം, ദുനിയാവില് നല്ല വിദ്യാഭ്യാസം വേണം, ദുനിയാവില് നല്ലതുപോലെ ജീവിക്കണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം, അതുപോലെ നല്ല കുടുംബം വേണം, എല്ലാം അവൻ ആഗ്രഹിക്കും. അതോടൊപ്പം പരലോകത്തിനെയും പ്രതീക്ഷിക്കുകയും പരലോകത്തെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നരകശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുകയും സ്വർഗപ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി വലിയ വിഹിതങ്ങൾ അള്ളാഹു പരലോകത്ത് നൽകുന്നതാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ച് നല്ല വിശ്വാസവും നല്ല ദീനും നേടിയെടുത്ത്
മതബോധം ജീവിതത്തിൽ എപ്പോഴും എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം നല്ല ഉപജീവനവും നല്ല ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യണമെന്നാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ദുനിയാവ് പൂർണ്ണമായും ഉപേക്ഷിച്ച്, ദുനിയാവ് വേണ്ട, വീട് വേണ്ട, കുടുംബം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പള്ളിയിൽ മാത്രം ചടഞ്ഞിരിക്കുക എന്ന നിലപാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത്തരമൊരു രീതിയല്ല ഇസ്ലാം പറഞ്ഞത്. ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കണം എന്നതല്ല. പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം, അത് അടിസ്ഥാനമായ ലക്ഷ്യം കാണുന്നതോടൊപ്പം ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ പരമാവധി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിന്റെ നിഅമത്തുകൾ പ്രകടമാക്കാനും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ജീവിക്കാനും ഒരു വിശ്വാസി തയ്യാറാകണം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പുതിയ പല കോഴ്സുകളിലേക്കും പഠനങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഇത്തരം സാഹചര്യത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കൂടുതൽ ധാരണയുള്ളവരെന്ന നിലക്ക് ഇവിടെ നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് അവർക്ക് നമ്മൾ പകർന്നു നൽകേണ്ട പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധങ്ങളുണ്ട്. അതാണ് പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമത്തത് എന്താണെന്നറിയോ? പരമമായ ലക്ഷ്യം നമ്മുടെ ജീവിതം പരലോകമാണെന്നും പരലോക വിജയമാണെന്നും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ലക്ഷ്യം നമ്മളുടെ മക്കളുടെ മനസ്സുകളിൽ കൃത്യമായി നട്ടുപിടിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്താണ് ജീവിതത്തിന്റെ വിജയം? യഥാർത്ഥ ജീവിതം അത് പരലോകത്താണ്, പരലോക ജീവിതമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ അഖീദയെ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം, സഹോദരങ്ങളെ, വലിയ തോൽവിയും പരാജയവുമാണ്, ദുരന്തവുമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ആ ഒരു അഖീദ, ആ ഒരു വിശ്വാസം ഹൃദയത്തിലേക്ക് നട്ടുപിടിപ്പിക്കണം. യഥാർത്ഥ ജീവിതവും യഥാർത്ഥ വിജയവും അത് മരണാനന്തര ജീവിതം, ഒരു ജീവിതമുണ്ടെന്നും അത് പരലോക ജീവിതമാണെന്നും അവിടേക്ക് എല്ലാവരും മരണത്തിന്റെ വാതിലിലൂടെ കടന്നു പോകേണ്ടവരാണെന്നും അതാണ് വലിയ ജീവിതമെന്നും അവിടെയാണ് വിജയമുള്ളതെന്നും അവിടുത്തെ വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്നും ഒക്കെ മക്കളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകുകയും ആ ഒരു വിശ്വാസത്തിൽ അവർ വളർന്നു വരാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാകും. ഇതാണ് ഒന്നാമതായി അവരുടെ ജീവിത ലക്ഷ്യമായി, ലക്ഷ്യബോധമായി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിന്റെ വിശദമായ ഭാഗങ്ങളിൽ നമ്മൾ കടന്നിട്ടുണ്ടായി. ലുഖ്മാനുൽ ഹക്കീം അവിടുത്തെ മക്കൾക്ക് നൽകിയ വളരെ വിലപ്പെട്ട ഉപദേശങ്ങളിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, പരലോകത്തേക്ക് പോകേണ്ടവനാണ്. ജീവിതത്തിൽ എന്ത് ചെയ്താലും അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ ഏത് കോണിൽ പോയി ജീവിച്ചാലും യഥാർത്ഥ ഒരു മുസ്ലിമായിട്ടാണ് നമ്മളൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന തിരിച്ചറിവാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. വിവിധ കോഴ്സുകളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പഠിക്കാൻ പോവുകയാണ്. പല സ്ഥലങ്ങളിലേക്ക് പോകാണ്. എവിടെ പോയാലും എന്റെ നാട്ടുകാരന്റെ കൂടെ ഇല്ല, എന്റെ കൂട്ടുകാരന്റെ കൂടെ ഇല്ല, എന്റെ മാതാപിതാക്കളില്ല, അതുപോലെ തന്നെ അധ്യാപകർ ഒരു പക്ഷേ എന്റെ കൂടെ ഉണ്ടാകില്ല, ഞാൻ മാത്രം ഹോസ്റ്റൽ മുറിയിലായിരിക്കും. അതല്ലെങ്കിൽ ആ ഹോസ്റ്റൽ മുറിയിൽ ഇതുവരെ കാണാത്ത പുതിയ പരിചിതരായ പുതിയ കൂട്ടുകാരെ ആയിരിക്കും എനിക്ക് കിട്ടുക. ഈ സ്ഥലത്തെല്ലാം എന്റെ ജീവിതത്തിൽ പല പല യാത്രാ മേഖലകളിലേക്ക് ഞാൻ പോകേണ്ടതുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇവിടെയെല്ലാം അള്ളാഹു എന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ കാഴ്ചയെ വെട്ടിച്ച്, അള്ളാഹുവിന്റെ നോട്ടത്തെ വെട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു വിശ്വാസം, ഒരു അഖീദ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ടാകണം. ഞാൻ പറയുന്ന ഓരോ വാക്കും എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട് എന്നും, ഞാൻ എന്റെ കൈകൊണ്ട് പിടിക്കുന്നത്, എന്റെ ചുണ്ടിലേക്ക് വെക്കുന്നത്, എന്റെ നാവ് കൊണ്ട് രുചിക്കുന്ന ഏത് ലഹരി പദാർത്ഥങ്ങളും ആരും കണ്ടിട്ടില്ലെങ്കിലും, എന്റെ കുടുംബമില്ലെങ്കിലും, കൂട്ടുകാരില്ലെങ്കിലും, ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം അവരുടെ ഹൃദയങ്ങളിലേക്ക് നൽകാൻ നമുക്ക് കഴിയണം. എവിടെ തനിച്ചായാലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ റബ്ബ് സദാ എന്റെ കൂടെയുണ്ട് എന്ന ബോധമാണ് അവർക്ക് നൽകേണ്ടത്. ഈ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുക, ഇത് ഒന്നാമത്തെ ലക്ഷ്യബോധമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. ഒരു രക്ഷിതാവെന്ന നിലക്ക്, ഒരു പിതാവെന്ന നിലക്ക്, ഒരു മാതാവെന്ന നിലക്ക്, സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഏത് മേഖലയിൽ നമ്മൾ പഠിപ്പിച്ചാലും ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, നിസാരമായി കാണരുത്. ഒന്നാമതായി നമ്മുടെ മക്കൾക്ക് ഈ ലക്ഷ്യബോധം നൽകണം. ഇത് പരാജയപ്പെട്ടാൽ അവിടെയാണ് നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നത്, തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇനി അതോടൊപ്പം ഇത് ഒന്നാമത്തെ വിഷയമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ദുനിയാവിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ സംബന്ധിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു കൃത്യമായ ധാരണ
മക്കൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകണമെന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഏറെ ഉന്നതിയിലെത്തി എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെയല്ല, കുട്ടികളൊക്കെ പഠിക്കുന്നു, ഡിഗ്രിയും PG-യും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് ഒരുപാട് പഠിക്കുന്നുണ്ട്. ഒരുപാട് അറിവുകൾ അവർ ഭൗതികമായ മേഖലകളിൽ കരസ്ഥമാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അഭിമാനിക്കുമ്പോൾ പോലും ഭൂരിഭാഗം ആളുകൾക്കും കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാത്ത, ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു മുന്നോട്ടുള്ള ഗമനമാണ് കാണുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അധികം ആളുകൾക്കും ഒരു ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. മാതാപിതാക്കൾക്ക് അറിയില്ല എന്തിനാണ് മക്കളെ പഠിപ്പിക്കുന്നതെന്ന്, മക്കൾക്കറിയില്ല എന്താണ് ഞങ്ങൾ പഠിക്കുന്നതെന്ന്. ഇത്തരം ഒരു അവസ്ഥ പൊതുവെ കേരളത്തിലെ പല കുട്ടികളിലും രക്ഷകർത്താക്കളിലും കാണുന്നുണ്ട് എന്നത് നമുക്കറിയുന്ന കാര്യമാണ്. എവിടെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഇത്തരം സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്, അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഗുണവും അത് എവിടെ എന്ത് ലക്ഷ്യത്തിലാണ് പഠിക്കേണ്ടതും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അവർക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. SLC കഴിഞ്ഞാൽ പിന്നെ +2 പോകും, പിന്നീട് ഡിഗ്രിക്കാണ് പോകുന്നത്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം അതിനെ സംബന്ധിച്ചുള്ള ധാരണ പല ആളുകൾക്കും ഇല്ല. ചിലരൊക്കെ പറയും, എന്റെ കസിൻ ബ്രദർ ഇന്നതാണ് പഠിച്ചത്, അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ ഇതാണ് പഠിച്ചത്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരി ഇതാണ് പഠിക്കുന്നത്, അവള് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നു. അപ്പൊ രക്ഷകർത്താക്കള് അവരുടെ ആഗ്രഹങ്ങൾക്ക് വകവെച്ച് കൊടുക്കുന്നു, അങ്ങനെ കൊണ്ടുപോയി ചേർക്കുന്നു. ഒരു കൃത്യമായ ധാരണയില്ലാതെ പഠനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. സഹോദരങ്ങൾ, ഈ സമയത്ത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് പഠിച്ചാലാണ് നമ്മുടെ മക്കൾക്ക് ഉപകാരം ഉണ്ടാവുക, അവർക്ക് പഠിക്കാൻ കഴിയുന്ന കോഴ്സ് ഏതാണ്, ഇതിനെ സംബന്ധിച്ചൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കരിയർ ഗൈഡൻസ് സെന്ററുകൾ ഉണ്ട്. അതുപോലെയുള്ള കൗൺസിലിങ്ങുകൾ അത്തരം സംവിധാനങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തി നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ അല്ലെ, മക്കൾ ഇങ്ങനെ മാസാമാസം പണം ചോദിക്കുമ്പോ തന്റെ കീശയിൽ നിന്ന് പണം എടുത്തു കൊടുത്താൽ മാത്രമേ യഥാർത്ഥ വിദ്യാഭ്യാസമാകൂ എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള രക്ഷകർത്താക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണ, എന്താണ് പഠിക്കുന്നതെന്നും പഠിപ്പിക്കുന്നതെന്നും ഒക്കെ മക്കൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകണം. ഒരു വ്യക്തി എന്ന നിലക്ക് എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടണം പഠിക്കുന്നത്, ഒരു സമൂഹത്തിന് ഉപകാരപ്പെടണം, കൂട്ടുകാർക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടിനും മഹലിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം അവർ പഠിക്കേണ്ടത്. അവർക്ക് ഉപദ്രവകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരാൻ പാടില്ല എന്ന ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് കൂടിയാലോചിച്ച് മനസ്സിലാക്കി വേണം ഇത്തരം കോഴ്സുകൾ ഏതാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ, ഒരു കുട്ടിയുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷങ്ങളൊക്കെ ചെലവാക്കുന്ന സമയമാണ്. ഒരു കോഴ്സിലേക്ക് കൊണ്ടു ചേർത്താൽ, ഡിഗ്രിക്കൊക്കെ കൊണ്ടു ചേർത്താൽ 5 വർഷം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ്. അതെന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് ഒരു പ്ലാനും ഇല്ലാതെ അവര് പറയുന്നത് കേട്ടിങ്ങനെ അവരുടെ കൂട്ടുകാർ പോകുന്ന വഴിയിലും അവർ പല ലക്ഷ്യങ്ങളുടെ പിന്നിലുമൊക്കെ പോയാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നും അവരുടെ ഭാവി ജീവിതത്തിലെ അത് സ്വാധീനിക്കുമെന്നുമുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. ആ കാര്യം നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ ചേർക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും മക്കൾ പറയുന്നിടത്ത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ലക്ഷ്യം അവിടെ എവിടെ മക്കൾ പഠിക്കുന്നത്, ഇപ്പൊ ഇന്ന സ്ഥാപനത്തിലാണ്, ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ്, ഇന്ന കോളേജിലാണ് പഠിക്കണമെന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സ്റ്റാറ്റസും, അല്ലെങ്കിൽ അവിടെ പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വിലയും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ചേർക്കുന്നവരുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇസ്ലാമികമായി ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളുള്ള ക്യാമ്പസ് ആണോ എന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. ചില ആളുകൾ വലിയ സംഖ്യ ഡൊണേഷൻ കൊടുത്ത് കൊണ്ടു ചേർക്കുന്ന കോളേജുകളിൽ ജുമാ നമസ്കരിക്കാൻ പോലും അവസരങ്ങളില്ലാതെ, ജുമാകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന, നമസ്കാരങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് പല ക്യാമ്പസുകളിലുമുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്, അവരിങ്ങനെ ക്യാമ്പസുകളിൽ പഠിച്ച് അവിടെ നിന്ന് ജുമാ നമസ്കരിക്കാൻ കഴിയാതെ വലിയ മതിലുകൾ ചാടി പോയി ജുമാ നമസ്കരിക്കുമ്പോൾ അത്തരം കോളേജിൽ പഠിക്കുന്നത് ഞങ്ങൾക്ക് അനുവദനീയമാണോ എന്ന മസല ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സഹോദരങ്ങളെ, അത്തരം ഒരു സാഹചര്യത്തെ പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഗൗരവമായി ആ വിഷയത്തിൽ നിലപാടെടുക്കണം. ഇസ്ലാമികമായി എന്റെ മക്കൾക്ക് ജീവിക്കാൻ സാഹചര്യമുള്ള ക്യാമ്പസുകളിലെ ഞാൻ ആക്കുകയുള്ളൂ എന്ന് സ്വയം തീരുമാനിച്ചാൽ ആ വിഷയത്തിനൊരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജുമാക്കൊക്കെ നേരത്തെ പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കാൻ ശ്രദ്ധിക്കണം. ചില ആളുകൾ അങ്ങനെയല്ല, അതൊന്നും ശ്രദ്ധിക്കില്ല, ഭൗതികമായ നേട്ടങ്ങൾ മാത്രം. ആ കോഴ്സൊക്കെ കഴിയുമ്പോൾ അവൻ കംപ്ലീറ്റ് ആക്കി ഇറങ്ങുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വിലയും
അതിന്റെ പ്രൗഢിയും ഒക്കെ അതിന്റെ ആളുകളുടെ മുന്നിൽ പറയുന്നതിന്റെ സ്റ്റാറ്റസും ഒക്കെയാണ് പലരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ പഠനത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ മക്കൾ മരിച്ചുപോയാൽ അവരുടെ പരലോക ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ സർട്ടിഫിക്കറ്റും അത് പഠിച്ചിറങ്ങിയിട്ടുള്ള അവന്റെ വിലയും ഒക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് ആ പഠനത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ മക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ, അതിന്റെ ഇടയ്ക്ക് നമ്മൾ വിട പറഞ്ഞു പോയാൽ നമ്മുടെ പരലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ പരലോകം രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ തീർച്ചയായും പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു ദുനിയാവിനെ ആഗ്രഹിക്കരുത് എന്നത് പരിശുദ്ധ. അവർക്ക് അള്ളാഹു അവന്റെ വിഹിതം നൽകുകയില്ല. ആഖിറത്തിൽ വിഹിതം നൽകുന്നത് ഇത് രണ്ടും പ്രതീക്ഷിക്കണം. പരലോകമാണ് ആത്യന്തികമായ ലക്ഷ്യമെന്ന് കാണാൻ കഴിയണം. യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 5 നേരത്തെ ജമാഅത്ത് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സ്ഥാപനത്തിന്റെ അടുത്ത് ദീന് പഠിക്കുന്ന അല്ലെങ്കിൽ ദീനിയായ ക്ലാസുകൾ നടക്കുന്ന MSM പോലെ MGM പോലെ വിദ്യാർത്ഥി സംഘടനകളുള്ള അവരുമായി കൂടി ഇടപെടാൻ കഴിയുന്ന, നല്ല വിദ്യാർത്ഥികളുമായി കൂടി ഇടപെടാൻ കഴിയുന്ന ഇസ്ലാമിക പ്രോഗ്രാമുകളിലും ഖുർആൻ ക്ലാസ്സുകളിലും ഹദീസ് ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം സാഹചര്യങ്ങളുള്ള ക്യാമ്പസുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മൾ തയ്യാറാകണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില രക്ഷകർത്താക്കൾ അങ്ങനെയുണ്ട്, ഇല്ലേ? ഹോസ്റ്റലിൽ ഫ്രീ ആയി താമസിക്കാം എന്ന അവസരം ഉണ്ടായിട്ട് പോലും ദൂര സ്ഥലത്ത് പള്ളിയുടെ അടുത്ത് വലിയ വാടകയ്ക്ക് പണം കൊടുത്ത് വാടകയ്ക്ക് റൂം എടുത്ത് മക്കളെ താമസിപ്പിക്കുന്നവരുണ്ട്. എന്തിനാ അത് ചെയ്യുന്നത്? ആ പള്ളിയുമായി ബന്ധപ്പെടാനും നമസ്കരിക്കാനും അതുപോലെ അത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനും വേണ്ടി. അല്ലാഹു അത്തരം രക്ഷകർത്താക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ആ നിലക്കാകണം നമ്മളൊന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കൈപിടിച്ച് ക്യാമ്പസിലേക്ക് കൊണ്ടുപോയ നമ്മുടെ മക്കൾ, നല്ല കുട്ടികൾ, അവർ മറ്റൊരു പ്രൊഡക്റ്റായി അവിടുന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോൾ അവന്റെ മുടിയുടെ കളർ മാറും, അവന്റെ വസ്ത്രങ്ങൾ മാറും, അവൻ നെരിയാണിയുടെ മുകളിൽ നെരിയാണിയുടെ താഴേക്ക് വസ്ത്രം പോകും, പല കോലങ്ങളിലേക്കും പല മോഡലുകളിലേക്ക് അവൻ മാറും. സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും അനുകരിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെ മാതാപിതാക്കളുടെ അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടാകില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദീന് കൃത്യമായ ഇടവേളകൾ അവന് കിട്ടിയിട്ടില്ലെങ്കിൽ, ഉപദേശങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ വഴിതെറ്റിപ്പോകാനുള്ള മാർഗങ്ങൾ ഉണ്ട് എന്നത് കൂടി ചിന്തിക്കണം. നമ്മളാണെങ്കിലും ഇല്ലേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ചയുള്ള ഖുതുബകളും അതുപോലെയുള്ള ഖുർആൻ ക്ലാസ്സുകളും അതുപോലെയുള്ള കാര്യങ്ങളും നമസ്കാരങ്ങളും ഒക്കെ തുടർന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ ഏത് സമയത്തും വഴിതെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായും ക്യാമ്പസുകളിൽ പഠിക്കുന്നവരാകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സംഘങ്ങൾ MSM പോലെയുള്ള സംഘങ്ങളുമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ, അതുപോലെയുള്ള പ്രോപ്കോണും ഹൈസക്കും പോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവരുടെ വഴികൾ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നതുകൂടി രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. നമ്മൾ പലപ്പോഴും അതിവിടെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ലഹരിയുടെയും അവിഹിതമായ മാർഗങ്ങളിലുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോശമായ ക്യാമ്പസ് രാഷ്ട്രീയവും അതിന്റെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, ചെറിയ 1 ഗ്രാം MDMA 5000-വും 10,000-വും രൂപ ചെലവാക്കാൻ, ആ പണം സമ്പാദിക്കുവാൻ അനർഹമായ മറ്റു മാർഗങ്ങൾ തേടിയുമൊക്കെ യുവാക്കൾ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ പിടിക്കപ്പെടുന്ന ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറെ പ്രശ്നമായ ഒരു വിഷയമുണ്ട്. മയക്കുമരുന്നല്ല, അതിനേക്കാൾ പ്രശ്നമായ ഏത് MDMA ആണെങ്കിലും അതിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്നത്തെ ക്യാമ്പസുകളിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിൽ, അവന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ക്യാമ്പസുകളിൽ ലിബറൽ ചിന്തകൾ പേറി യുക്തിവാദം എന്ന പേരിൽ യുക്തിരഹിത വാദങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല സംഘങ്ങളുമുണ്ട്. വിശ്വാസങ്ങളെ തകർത്ത് കളയുന്ന, ഇല്ലേ, ചെറുപ്പത്തിലെ മദ്രസകളിൽ നിന്ന് യഥാർത്ഥ അഖീദ പഠിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ മുന്നിലേക്ക് ഇല്ലേ ആരാണ് സൃഷ്ടാവെന്ന് ചോദിക്കുകയും അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണെന്ന വലിയ വിഡ്ഢി ചോദ്യം ചോദിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രപഞ്ചത്തിന്റെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചോ ആകാശഭൂമികളെ കുറിച്ചോ സൂര്യനെ ചന്ദ്രനെ കുറിച്ചോ അതിന്റെ കൃത്യമായ ഭ്രമണത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ തയ്യാറാകാത്ത ഇത്തരം കാര്യങ്ങളിൽ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന്
സ്വതന്ത്രരാകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് ലിബറൽ ചിന്തകളിലേക്കും ഭൗതികവാദങ്ങളിലേക്കും നയിക്കുന്ന പല കാഴ്ചപ്പാടുകളും ഇന്ന് ക്യാമ്പസുകളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ മക്കൾ പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കിട്ടണം. ഒരു 5 വയസ്സിൽ അവന് കിട്ടേണ്ടത് 5 വയസ്സിൽ കിട്ടണം, 10 വയസ്സിൽ കിട്ടേണ്ടത് 10 വയസ്സിൽ കിട്ടണം. അതുപോലെ ഓരോ ഘട്ടങ്ങളിലും അവന് ലഭിക്കേണ്ട കാര്യങ്ങൾ, അറിവുകൾ, ക്ലാസുകൾ അതവന് ലഭിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഇസ്തിഖാമത്തോടുകൂടി ആഖിബത്ത് നന്നാവുന്ന രൂപത്തിൽ അവൻ ഈ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അതിനു പറ്റിയ ക്ലാസുകൾ, അതിനു പറ്റിയ ദഅവാ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ മക്കളെ സജ്ജമാക്കണം. വെറും ഭൗതികതയിൽ മുങ്ങിമറഞ്ഞ് ഭൗതികമായ കോഴ്സുകൾ ഏത് പഠിച്ചോട്ടെ, അവിടെ അത് മാത്രം ലക്ഷ്യം വെച്ചു പോയാൽ സഹോദരങ്ങളെ, ആ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് ആ മക്കൾ വളർന്നു വരുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എന്നത് പ്രത്യേകം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ജുമയൊക്കെ പ്രത്യേകം പങ്കെടുപ്പിക്കുക. വെക്കേഷൻ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരെയും, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, പള്ളിയിലേക്കൊക്കെ നേരത്തെ കൊണ്ടുവരിക. അവരും കുത്തുബകളും ക്ലാസുകളും ഒക്കെ കേൾക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകട്ടെ. നമുക്ക് ചിലർക്കൊക്കെ വലിയ പ്രതീക്ഷ, അവരൊന്നും തെറ്റിപ്പോകൂല, കുഴപ്പമൊന്നുമില്ല. ഇത്തരം മിഥ്യധാരണകളിലാണ് പലപ്പോഴും പല രക്ഷകർത്താക്കളും ഉള്ളത്. അതോടൊപ്പം മദ്രസകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്രസകൾ നിർവഹിക്കുന്ന ദൗത്യം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മദ്രസ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. മദ്രസ എന്നുള്ളത് മദ്രസ നടത്തുന്ന കമ്മിറ്റിക്കാരുടെയും അതല്ലെങ്കിൽ അത് നിർവഹിക്കുന്ന അധ്യാപകരുടെയും മാത്രം ചുമതലയായി കാണരുത്. നമ്മളുടെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം അത് നമ്മുടെ ബാധ്യതയാണ്, അത് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മദ്രസ ഉന്നതിയിലേക്ക് എത്തുക എന്നതും അത് കൃത്യമായി നടക്കുക എന്നുള്ളതും ഓരോ രക്ഷകർത്താക്കളും അത് ഗൗരവത്തിൽ കാണണം എന്ന് പ്രത്യേകം പ്പെടുത്തുകയാണ്. ദീൻ പഠിക്കുന്നവർക്കും ദീൻ പഠിപ്പിക്കുന്നവർക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലങ്ങൾ അത് ചെറുതൊന്നുമല്ല. പ്രവാചകൻ പറഞ്ഞ ഹദീസ് കാണാം. ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നമ്മുടെ മക്കൾ ആരെങ്കിലും ദീൻ പഠിക്കുന്ന മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, അത് മദ്രസയാണെങ്കിലും അത് ഏത് ഒരു ഖുർആൻ ക്ലാസ് ആണെങ്കിലും ഹദീസ് ക്ലാസ് ആണെങ്കിലും, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ മർമ്മപ്രധാനമായി ദീനീ വിജ്ഞാനം കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തിൽ അവരെ അയച്ചാൽ, ആ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, മൻ സലഖ ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലഖല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുർഖിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഇസ്തിഖാമത്ത് അവന് കിട്ടും, ഈമാൻ അവൻ ഉണ്ടാകും, തഖ്വ അവന് കരഗതമാകും. ആ നിലക്ക് അവന് മുന്നോട്ട് ഇത്രയും പ്രശ്നകലുഷിതമായ ഒരു അവസ്ഥയിൽ അവന് മുന്നോട്ട് ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. വഇന്നൽ മലായികത ലതളഹു അജ്നിഹതിഹാ ലിതാലിബിൽ ഇൽമി വഇന്നൽ ആലിമ ലയസ്തഗ്ഫിർ ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വൽ ഹീതാൻ ഫിൽ ജൗഫിൽ മാ, സമുദ്രത്തിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ മാളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകളാകട്ടെ, അതുപോലെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ആകട്ടെ, ആകാശത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകളാകട്ടെ, ആ ആളുകൾക്ക് വേണ്ടി ദീൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ, പാപമോചനത്തെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത്രയും മഹത്തായ ഒരു ജോലി ദുനിയാവിൽ വേറെ ഏതാണ് സഹോദരങ്ങളെ ഉള്ളത്? ദീന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കോഴ്സിന് നമ്മുടെ മക്കളെ ചേർത്താലും, ഡിഗ്രിക്ക് 5 വർഷം നീണ്ട വർഷങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ ചേർക്കാൻ പോവുകയാണ്. അവിടെയെല്ലാം നമ്മുടെ മക്കളെ ദീൻ പഠനത്തിന് തടയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന രൂപത്തിലായിരിക്കണം അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 50,000-ഉം 1,00,000-ഉം ഒക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കും നമ്മൾ ഭൗതികമായി. എന്നാൽ മദ്രസയിൽ 200 രൂപ 300 രൂപ ആക്കിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 300 രൂപ ഫീസ് 500 ആക്കിയെന്ന് പറഞ്ഞാൽ ചൂടാകുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന പല രക്ഷകർത്താക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിന് സാധിക്കുക? മദ്രസ എന്നതിനെ വളരെ നിസാരമായി കാണുന്ന ഒരവസ്ഥ, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ നിസാരമായി കാണുക, പഠിപ്പിക്കുന്നവരെ നിസാരമായി കാണുക, അതുണ്ടാകാൻ പാടില്ല. എല്ലാവരെ കുറിച്ച് ഞാൻ കുറ്റം പറയുകയല്ല. ചില രക്ഷകർത്താക്കളുണ്ട് മക്കളുടെ ദീനീ പഠനത്തിന് വേണ്ടി സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്, അതിനെ ഗൗരവമായി കാണുന്നവരുണ്ട്. അവരുടെ യഥാർത്ഥ ദീനീ പഠനങ്ങൾക്ക് വേണ്ടി അവരുടെ താമസം പോലും മാറി താമസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അത്തരം മാതാപിതാക്കൾക്ക് എല്ലാ അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ. അത്തരം ഒരു ചിന്തയും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അത്തരം ഒരു സ്വപ്നവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മദ്രസയുടെ സമയക്രമം എത്ര ചുരുങ്ങിയതാണെങ്കിലും അത് കൃത്യമായി പാലിക്കാൻ നമുക്ക് കഴിയണം. അതിലൊരു അലംഭാവം കാണിക്കരുത്. നിസാരമായ കാര്യങ്ങളുടെ പേരിൽ മദ്രസയുടെ വിദ്യാഭ്യാസം മുടക്കുന്ന അവസ്ഥ
ഒരിക്കലും ഉണ്ടാകരുത്. മദ്രസകളുടെ നന്മകൾക്കായി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ദീൻ സുരക്ഷിതമാകും, നമ്മളുടെ മക്കളുടെ ദീൻ സുരക്ഷിതമാകും. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന? അള്ളാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളിലും നീ നിന്റെ ദീനിയായി ജീവിക്കാനുള്ള സഹായങ്ങൾ അള്ളാഹുവേ നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. എന്ന് പറയുന്ന പ്രാർത്ഥന. എല്ലാ ഹൈറുകളും ദുനിയാവിൽ നൽകണേ, എല്ലാവിധ മരണത്തിൽ നിന്നുള്ള ഷെറുകളിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങളെ തടുക്കണമേ. ഈ നിലക്ക് എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണേ എന്നാണ് ആദ്യമായി പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന ഉണ്ടാക്കണം. നമ്മുടെ ദീൻ നന്നായി മുന്നോട്ട് പോകണം. എന്ത് ജോലി എടുത്തോട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ഏത് മേഖലയിലും പോയിക്കോട്ടെ, നമ്മുടെ ദീൻ നന്നാകണം. നന്നായി ദീനോടുകൂടിയുള്ള ഒരു മകനും മകളുമായി നമ്മുടെ മക്കൾ വളരണം. അത് നമുക്ക് തടസ്സപ്പെടുത്തിയാൽ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, അവിടെ കുടിസതയുണ്ട്, അതുപോലെ മരണത്തിന്റെ രംഗത്ത് കുടിസതയുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ആശയമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീൻ മുറുകെ പിടിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവലംബവും സുരക്ഷയും അതായി മാറും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമ്മുടെ സ്വപ്നം അതാണ്, നല്ല ഒരു മകനായി സമൂഹത്തിന് ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന, അതുപോലെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന മകനായി വളർന്നു വരണമെന്ന സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ 2 ലക്ഷ്യങ്ങൾ, ഒന്ന് എന്താണ് പഠിക്കുന്നതെന്ന ബോധം അവർക്ക് കൊടുക്കണം, 2 ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം പരലോകമാണെന്ന ബോധം അവർക്ക് നൽകണം. അങ്ങനെ ദീനുള്ള നല്ല മനസ്സുള്ള കുട്ടികളായി, ദീനുള്ളവരായി അവർ വളരണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ വാർദ്ധക്യകാലമാകുമ്പോൾ നമുക്ക് സ്വന്തം കാലിൽ നടക്കാൻ പ്രയാസമാകുന്ന സാഹചര്യത്തിൽ, അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ പരിചരിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ ഒരു തലോടൽ ഉണ്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ആശ്വാസം എത്രയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കൊരു തലോടലായി ആ മക്കൾ ഉണ്ടാകുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഞാൻ മരിച്ചു മണ്ണോട് ചേർന്നാലും എത്ര നാൾ കഴിഞ്ഞാലും ഖബറിന്റെ ഉള്ളിൽ ബർസഖിയായ ലോകത്താണെങ്കിലും എന്റെ മക്കൾ എന്റെ ഖബറിന്റെ മുന്നിലേക്ക് വന്നിരുന്ന ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി റബ്ബിനോട് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം പൂവണിയണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ അപകടമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദമു ഇൻഖതഅ അമലുഹു, ഒരാളുടെ അമലുകൾ എല്ലാം മുറിഞ്ഞു പോകുമ്പോഴും അവസാനിക്കാത്ത ഒരു അമലായി 3 കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ഒന്നെന്താണ്? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ മകൾ, നമ്മുടെ മകൻ അങ്ങനെയുള്ള മക്കളായി വളരണം. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ജീവിതത്തിൽ എവിടെയാണെങ്കിലും, ഒറ്റയ്ക്കാകട്ടെ, കൂട്ടത്തിലാകട്ടെ, ക്യാമ്പസുകളാകട്ടെ, ഹോസ്റ്റൽ റൂമിലാകട്ടെ, എവിടെയാണെങ്കിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ദീനീ ബോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത്തരം മക്കളിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് ശേഷം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമും പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമും പരസ്പരം കണ്ടുമുട്ടുന്ന വൈകാരികമായ ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം കൂടപ്പിറപ്പുകളുടെ പിശുക്കിന്റെയും അതുപോലെ തന്നെ അസൂയയുടെയും കുശുമ്പിന്റെയും ഇരയായി സ്വന്തം പിതാവിനൊപ്പവും സഹോദരങ്ങൾക്കൊപ്പവും കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് ആ സന്തോഷം ഇല്ലാതായി തകർത്ത് മനോഹരമായ ഒരു ബാല്യം ഇല്ലാതായ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ എത്തുകയും ആ പിതാവിനെ നേരിട്ട് കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്.
ഒരു കാലത്ത് തന്നെ അപായപ്പെടുത്താനും ഉന്മൂലനം ചെയ്യാനും കച്ചകെട്ടി ഇറങ്ങിയ സഹോദരങ്ങൾ, ആ സഹോദരങ്ങളെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഏത് നിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം മുന്നിൽ വന്നപ്പോൾ ആ കൊട്ടാരത്തിൽ വെച്ച് മനോഹരമായ ചില സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വാക്ക് കൊണ്ടുപോലും യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ വേദനിപ്പിച്ചില്ല എന്നതാണ്. നോവിക്കാതെ, അവരുടെ അഭിമാനത്തിനും നിലനിൽപ്പിനും പോറലേൽക്കാതെ യൂസുഫ് നബി അലൈഹി സ്വലാം കാണിച്ച അപാരമായ വിട്ടുവീഴ്ചയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെയും വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ സംസാരമോ നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ ഇടപാടുകളോ കൊണ്ട് ഒരാളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഒരാളെ മുഷിപ്പിക്കരുത്, ഒരാളെ വേദനിപ്പിക്കരുത്. നമ്മളെ കാണുമ്പോൾ പ്രയാസപ്പെട്ട് പിന്മാറുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. നെഗറ്റീവ് ഫീൽ സ്പ്രെഡ് ചെയ്യുന്ന കുറെ ആളുകൾ, അങ്ങനത്തെ ഒരു സ്വഭാവം ചില ആളുകൾക്കുണ്ട്. എവിടെ ചെന്നാലും ആളുകളെ പരിഹസിക്കുക, കളിയാക്കുക, ആളുകളുടെ ചിരിക്കാൻ വേണ്ടി, തമാശക്ക് വേണ്ടി മറ്റുള്ളവരെ ഇല്ലാത്തത് പറയുക, ഇങ്ങനെ എവിടെയും നെഗറ്റീവ് കാണിക്കുന്ന ഒരു സ്വഭാവം, ആ പ്രകൃതം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആളുകളെ വെറുപ്പിക്കുന്ന രൂപത്തിൽ ഒരിക്കലും ഇടപെടരുത്. മറ്റൊരാളുടെ മനസ്സ് എങ്ങനെയാണ്, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഇതൊക്കെ പരിഗണിച്ചും ചിന്തിച്ചും കൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്. ആളുകളുടെ വികാരങ്ങളെ മാനിക്കാൻ കഴിയണം, അവരുടെ ഫീലിങ്സുകളെ, സെൽഫ് റെസ്പെക്റ്റുകളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? അവർ വളരെ ലളിതമായ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു എന്നതാണ്. അവരെങ്ങാനും കഠിന ഹൃദയരായിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് ആളുകൾ ഓടി അകലുമായിരുന്നു. പക്ഷേ വളരെ വിട്ടുവീഴ്ചയുടെ മനസ്സാണ് പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു സ്വഭാവം എല്ലാ രംഗത്തും, പെരുമാറ്റങ്ങളിലും പ്രതികരണങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, രണ്ടോ മൂന്നോ ആളുകൾ ഇങ്ങനെ മാറിയിരുന്ന് സംസാരിക്കുമ്പോൾ അവിടേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി, അവരൊക്കെ ചിലപ്പോൾ സ്വകാര്യങ്ങൾ പറയായിരിക്കാം, അവരെന്തെങ്കിലും അവിടെ ഇടിച്ചു കയറിയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടിച്ചു കയറി അവരുടെ സംസാരങ്ങളെ തടസ്സപ്പെടുത്തി ആ നിലക്ക് സംസാരിക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. റസൂലുള്ള പറഞ്ഞു, ഇതാ തനാജ ഇത്നാനി ഫലാ തജ്ലിസ് ലൈഹിമ ഹത്താ അനുവാദം ചോദിക്കാതെ രണ്ടാളുകളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി സംസാരിക്കുക, ആ സ്വഭാവം പാടില്ലാത്തതാണ്, ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ മൂന്നാളുകൾ ഇരിക്കുകയാണ്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരാൾക്ക് മനസ്സിലാകാത്ത ഒരാളെ അവഗണിച്ചുകൊണ്ട് രണ്ടുപേര് സംസാരിക്കുക, അതൊരിക്കലും ശരിയാ. അവർ രണ്ടുപേരുടെ സ്വകാര്യം പറയാം. അപ്പൊ മറ്റേ ആൾക്ക് ആ നിലക്കുണ്ടാകുന്ന വിഷമങ്ങൾ നമുക്കറിയുന്ന കാര്യമാണ്. അവന് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ, അവനെ മാറ്റിപ്പെടുന്ന രൂപത്തിൽ രണ്ടാളുകൾ അങ്ങനെ ഒരാളെ മാറ്റി നിർത്തി രണ്ടാൾ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൻ അറിയാത്ത രൂപത്തിൽ ചില ആംഗ്യ വിഷയങ്ങളിലൂടെ അവന് മനസ്സിലാവാത്ത ഭാഷയിൽ കാര്യങ്ങൾ പറയുക. ഇപ്പൊ ഒരാൾ ഇപ്പൊ ഗൾഫിലൊന്നും പോകാത്ത ആൾ, അയാൾക്ക് അറബി അറിയില്ല. ഇപ്പൊ രണ്ടാളുകൾക്ക് അറബി അറിയാം, അവർ അറബിയിൽ സംസാരിക്കാം. ഇപ്പൊ ഇയാൾക്ക് പ്രയാസം ഉണ്ടാകും, അയാളെ കുറ്റാണോ പറയണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരാളെ അവഗണിക്കുന്ന രൂപത്തിലുള്ള സംസാര രീതികൾ ഒരിക്കലും സഹോദരങ്ങൾ ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാളെ എണീപ്പിച്ചിട്ട് ഇരിക്കുക എന്നുള്ളത്, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പ്രവാചകൻ പറഞ്ഞു, ഒരു മഖഅദിൽ സുമ്മ യജ്ലിസു ഫീഹി വലാകിൻ തഫസ്സഹു വതവസ്സഹു, നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം, അതല്ലാതെ ഒരാളെ എണീപ്പിച്ചിട്ട് അവിടെ കയറി ഇരിക്കുക. ഈ ഒരു രീതിയും ശരിയായ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിന്റെ സാഹചര്യങ്ങളൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം പ്രവാചകന് ആ സാഹചര്യത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ അവിടെ നിന്ന് എണീറ്റ് പോയി, വീണ്ടും വന്നു, വീണ്ടും എണീറ്റ് പോയി, വീണ്ടും വന്നു. എന്തിനാണ് അങ്ങനെ എണീറ്റ് പോയത്? അദ്ദേഹത്തിന് മനസ്സിലാകാനാണ്, അദ്ദേഹത്തിന് മടങ്ങിപ്പോകാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം അത് പരിഗണിക്കാതെ അവിടെ തന്നെ ഇരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദഖല ഉമർ ഫറഅ റജുലൻ വഅറഫ, ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഈ സംഭവം മനസ്സിലാക്കി. ആ സമയത്ത് ലഅല്ലക ആദൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, പ്രവാചകൻ 3 തവണ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോയി, എന്നിട്ടും നിനക്കത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു ആ മനുഷ്യനോട് പറയുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എവിടെയാണെങ്കിലും നമ്മൾ പോകുമ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുക. അവരെ മുഷിപ്പിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ആളുകളെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. ഇപ്പൊ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ ഒരാൾ ഒരു കൂട്ടത്തിലൊരു തെറ്റ് ചെയ്തു,
ആ തെറ്റ് ചെയ്തത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തെറ്റുകളെ തിരുത്താം. എന്നാൽ അയാൾക്കത് പ്രയാസമാകുന്നു ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാളുടെ രഹസ്യമായി അത് തിരുത്തി കൊടുക്കണം എന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്, ജീവനുള്ളതിന്റെയൊക്കെ ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ആ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു, ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ കുറച്ചടുത്ത് വന്നു, വീണ്ടും പറഞ്ഞു കുറച്ചുകൂടെ അടുത്ത് വരാൻ പറഞ്ഞു, കുറച്ചുകൂടെ അടുത്ത് വന്നു, കുറച്ചുകൂടെ വരാൻ പറഞ്ഞു, 3 തവണ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നല്ലതുപോലെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ജീവനുള്ളതിന്റെ ചിത്രങ്ങൾ വരച്ചാൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടും. ഇല്ലേ, അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചില്ല, വളരെ രഹസ്യമായി അത് പറഞ്ഞു കൊടുത്തു. നിനക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നീ മരത്തിന്റെയോ അതുപോലെ വീടുകളുടെയോ മറ്റ് ചിത്രങ്ങൾ വരച്ചുകൊള്ളുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ ഇങ്ങനെ ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ല. ആ സമയത്ത് മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, മഹാനായ മുഹമ്മദ് ബിൻ ഹുമൈദ് റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സാണ്. ആ സദസ്സിൽ ഒരാൾ തുമ്മി, ആ തുമ്മിപ്പോൾ അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞില്ല. ഉടനെ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാൾ തുമ്മിയാൽ, ആ സദസ്സിനോട് ചോദിക്കുകയാണ്, ഒരാൾ തുമ്മിയാൽ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇർഹമക്കുല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ സദസ്സിന് അത് മനസ്സിലായി, ആ മനുഷ്യനും അത് മനസ്സിലായി. അദ്ദേഹത്തെ അപഹസിക്കുവാനോ പരിഹസിക്കുവാനോ തയ്യാറായില്ല. തെറ്റുകളെ വളരെ മനോഹരമായി തിരുത്തി കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് ബിൻ ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആ മനോഹരമായ സംസ്കാരം കണ്ട് ഞങ്ങൾ അതിശയിച്ചു പോയി എന്നാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ആയിരിക്കണം. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും മുഷിപ്പിക്കരുത്. എല്ലാവരുടെയും ഫീലിങ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ നമുക്ക് കഴിയണം. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്റെ അടിമകളോട്, എന്റെ അടിയാറുകളോട് പറയൂ നബിയെ എന്നല്ല പറയാൻ, നിങ്ങൾ പറയുന്ന വാക്കുകൾ ഏറ്റവും നല്ല വാക്കായിരിക്കണം. ആവശ്യമില്ലാത്തത് എന്തും സംസാരിക്കാം, ഒരു ലൈസൻസും ഇല്ലാതെ നാവിൽ തോന്നുന്നതൊക്കെ പറയുകയും ആർക്ക് വേദനിക്കുന്നോ എന്നൊന്നും നോക്കാതെ സംസാരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഗുണമല്ല. നിങ്ങൾ നല്ലത് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ, മിണ്ടാതിരുന്നാലും വേണ്ടിയില്ല, അനാവശ്യങ്ങൾ സംസാരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഉസ്നുൽ ഖുൽഖോട് കൂടി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും നമ്മുടെ പള്ളിക്ക് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സ്വതക്കകൾ ജാരിയായ സ്വതക്കകളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകന്റെ ബന്ധു ഇന്ന് CAക്ക് പരീക്ഷയ്ക്ക് എഴുതുകയാണ്. എല്ലാവരും ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പരീക്ഷ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഓർമ്മശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഇതുപോലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലേന്തി ഖുർആൻ പഠിതാക്കളുടെ ശ്രദ്ധയ്ക്ക് എല്ലാ ഞായറാഴ്ചയും വരുന്ന ക്ലാസുകൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും അമാനുവയുടെ പരിഭാഷ വെച്ചുകൊണ്ട് ആ ക്ലാസുകൾ അതിനെ ഫോളോ അപ്പ് ചെയ്തു പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാ രോഗികളുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫാവുൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, അമ്ന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അള്ളാഹു എല്ലാ സമാധാനവും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർഭയത്വം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.